Hello friends, Technique Malayalam channel വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ റിയൽമി 2 Pro ആണ്. അപ്പോൾ റിയൽമി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഓപ്പോൻ്റെ ഒരു സബ് ബ്രാൻഡായിരുന്നു. ഇപ്പോൾ അതൊരു ഇൻഡിപെൻഡൻറ്റ് ബ്രാൻഡായി വന്നിട്ടുണ്ട്. അപ്പോൾ റിയൽമീൻ്റെ ഫസ്റ്റ് സ്മാർട്ട് ഫോണായിരുന്നു റിയൽമി 1. നമ്മൾ ഈ ചാനലിൽ അൺബോക്സിങ് റിവ്യൂ എല്ലാം ചെയ്യുകയുണ്ടായി. രണ്ടാമത്തെ സ്മാർട്ട് ഫോണായിരുന്നു റിയൽമി 2. ഇപ്പോൾ മൂന്നാമത്തെ സ്മാർട്ട് ഫോണായിട്ട് റിയൽമി 2 Pro ഇറക്കിയിട്ടുണ്ട്. പക്ഷേ റിയൽമി 2 ഒരു വ്യത്യസ്ത ബജറ്റ് സ്മാർട്ട് ഫോണായിരുന്നു. പക്ഷേ റിയൽമി 2 Pro എന്ന് പറയുന്നത് റിയൽമി 1ൻ്റെ ഒരു സക്സസർ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ റിയൽമി 2 Proയിൽ അപ്ഗ്രേഡഡ് ഹാർഡ്വെയർ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാടധികം വ്യത്യസ്തമായ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. കോമ്പറ്റീഷനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സാണ് വരുന്നത്. ഫസ്റ്റ് ടൈം 8GB റാമും 128GB സ്റ്റോറേജും ബിലോ 20,000 വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ പ്രൈസിങ് അനൗൺസ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് ഡിവൈസ് നേരത്തെ തന്നെ അയച്ചു തരികയുണ്ടായി. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രൈസിങ് 10,000 to 20,000 ഉള്ളിലായിരിക്കും എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ്പെക്റ്റഡ് പ്രൈസിങ് 13,000, 15,000, 17,000 ആണെന്നാണ് നമുക്കൊരു ജനറൽ റൂമർ കേൾക്കുന്നത്. പക്ഷേ നമുക്ക് അപ്രോക്സിമേറ്റ് പ്രൈസിങ്ങേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഡിവൈസിലേക്ക് തിരിച്ചു വരാം. പ്രൈസിങ് 27th ഉച്ചയ്ക്ക് അനൗൺസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രൈസിങ് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഡിവൈസ് റിയൽമി 2 Pro. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഇതിൽ ക്യാമറ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. റിയൽമി 1ൽ സിംഗിൾ ക്യാമറ ആയിരുന്നു, പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 16 and 2 MP ക്യാമറയാണ് റിയറിൽ വരുന്നത്. 16 MP ഫ്രണ്ട് ക്യാമറ, 6.3 inches സ്ക്രീൻ സൈസാണ്, 3500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കാര്യമായി ഒന്നും തന്നെ എഴുതിയില്ല. ബ്ലൂ ഓഷ്യൻ ആണ് ഇതിൻ്റെ കളറ്. അപ്പോൾ ഇത് പല കളേഴ്സിലും അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഓഷ്യൻ ഉണ്ട്, പിന്നെ ഗോൾഡ് കളറും ഉണ്ടെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ബ്ലൂ ഓഷ്യനാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് 4GB റാമും 64GB സ്റ്റോറേജുമാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ 6GB റാമും 64GB സ്റ്റോറേജ് ഒരു വേരിയൻ്റ് ഉണ്ട്. പിന്നെ 8GB റാമും 128GB സ്റ്റോറേജും ഒരു വേരിയൻ്റ് ഉണ്ട്. അങ്ങനെ 3 വേരിയൻ്റാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബേസ് വേരിയൻ്റ് ആണുള്ളത്. പിന്നെ ഇതിൽ സ്റ്റാർ വാല്യൂ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് കാണാം. റിയൽമി 2 Pro എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം, ഫോൺ എങ്ങനെ ഇരിക്കണമെന്ന് നോക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് റിയൽമീൻ്റെ ഒരു ചെറിയ ബോക്സാണ് കാണുന്നത്. ഇതിനകത്ത് വരുന്നത് ഒരു പ്രൊട്ടക്ടറാണ്. നല്ലൊരു ക്വാളിറ്റി പ്രൊട്ടക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സ്റ്റേഡിയായ ഒരു പ്രൊട്ടക്ടറാണ്. പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും റിയൽമി 2 Proൻ്റെ ഇൻഫർമേഷൻ ഗൈഡാണ് വരുന്നത്. അപ്പോൾ ബേസിക് ഇൻഫർമേഷൻ എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 2 സിം കാർഡും ഒരു SD കാർഡ് സ്ലോട്ട് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു ബോക്സിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് കാണുന്നത് റിയൽമി 2 Pro ആണ്. റിയൽമി 2 Proൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നല്ലൊരു ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കേസിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ ഇതാണ് റിയൽമി 2 Pro. നല്ലൊരു ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ ഓഷ്യനാണ്, നേരത്തെ പറഞ്ഞ പോലെ. നല്ലൊരു ഗ്ലോസി ഫിനിഷും നല്ല ബിൽഡ് ക്വാളിറ്റിയും തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഡുവൽ ക്യാമറയാണ്, 16 and 2 MP ക്യാമറയാണ്. f-stop 1.7 അപ്പേച്ചറാണ് വരുന്നത്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ്, അല്ലെങ്കിൽ ഇതിനെ ഡ്യൂ ഡ്രോപ്പ് എന്ന് വേണമെങ്കിലും പറയാം. കാരണം കമ്പനി പറയുന്നത് ഡ്യൂ ഡ്രോപ്പ് ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡ്യൂ ഡ്രോപ്പിൻ്റെ പോലെ ഒരു നോച്ചാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ 6.3 inches ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 19:9 ആസ്പെക്ട് റേഷ്യോ ആണ് വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ വോളിയം കീ ആണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ സിം ട്രേ ഉണ്ട്. സിം ട്രേ നേരത്തെ പറഞ്ഞ പോലെ ഡെഡിക്കേറ്റഡ് സ്ലോട്ടാണ്. റൈറ്റ് സൈഡിൽ പവർ ബട്ടനാണ് വരുന്നത്. നല്ലൊരു മെറ്റീരിയൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം പാനലാണെങ്കിൽ മൈക്രോ USB ചാർജിങ് സ്ലോട്ടും 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ യൂണിറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നല്ലൊരു വെൽ ബിൽഡ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. റിയൽമീൻ്റെ ബ്രാൻഡിങ്ങും കാണാം. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ബിൽഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയാണ് വരുന്നതെന്നും കൂടി നോക്കാം. അപ്പോൾ ഇതെടുക്കുമ്പോൾ തന്നെ ഇതിനകത്തൊരു അഡാപ്റ്ററാണ് കാണുന്നത്. അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് 5 volt 2 ampere ആണ്. അത് സ്റ്റാൻഡേർഡ് ചാർജിങ് ആണ്, ഫാസ്റ്റ് ചാർജിങ് അല്ല, ബേസിക് ചാർജിങ്ങേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു മൈക്രോ USB ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് റിയൽമി 2 Pro 6.3 inches ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയിലെ ഡിസ്പ്ലേ ക്വാളിറ്റി ആക്സച്ച് നല്ലതാണ്. നിങ്ങൾക്ക് കാണാം നല്ല കളർ റിപ്രൊഡക്ഷനും നല്ല വ്യൂയിങ് ആംഗിൾസുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ടച്ച് റെസ്പോൺസും ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഒരു സ്ക്രീൻ ഗാർഡ് ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇത് കണ്ടോ, ഒരു സ്ക്രീൻ ഗാർഡ് ഇതിനകത്ത് ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ ഡ്യൂ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ്, നോച്ചാണ് വരുന്നത്. ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് 16 MP സെൽഫി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഓവറോൾ നല്ലൊരു ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ നോച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ബെസൽസും വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. സോഫ്റ്റ്വെയർ വരുന്നത് കളർ OS ആണ്. അത് ഓപ്പോൻ്റെ തന്നെ കളർ OS ആണ് വരുന്നത്. വേർഷൻ 5.2 ആണ്. ആൻഡ്രോയിഡ് 8.1 Oreo ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹാർഡ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 660 ആണ്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 660 ആണ്. നമ്മുടെ ഷവമി Mi A2ലും നോക്കിയ 7 Plusലും കണ്ട അതേ പ്രോസസ്സർ തന്നെയാണ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 660. ഈവൻ വിവോ V11 Proയിലും നമ്മൾ കാണുകയുണ്ടായി. ഇതിൽ 4 GB റാമാണ് വരുന്നത്, 64 GB സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ സെക്യൂരിറ്റി പാച്ച് ലെവൽ സെപ്റ്റംബർ 5 എന്നാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ഒരുപാടധികം ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. സെക്യൂരിറ്റി, പിന്നെ സ്മാർട്ട് അസിസ്റ്റൻസ്, പിന്നെ ക്ലോൺ ആപ്പ് സ്പ്ലിറ്റ് സ്ക്രീൻ, ഗെയിമിംഗ് മോഡ്, അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ തീമിംഗ് സപ്പോർട്ട് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു സോഫ്റ്റ്വെയർ സൈഡ് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ക്യാമറയെക്കുറിച്ച് പറയാം. ക്യാമറ ഇതിൽ വരുന്നത് ഡുവൽ ക്യാമറയാണ് വരുന്നത്. ഒരു 16 MP പ്രൈമറി ക്യാമറ, f/stop 1.7 അപ്പേച്ചറും, സെക്കൻഡറി 2 MP ക്യാമറയാണ് ഡെപ്ത് സെൻസിങ്ങിന്. ഫ്രണ്ട് ഫേസിങ് ക്യാമറ ആണെങ്കിലോ ഒരു 16 MP ഷൂട്ടറാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് 4K റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ്. റിയർ ക്യാമറയ്ക്ക് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതായിരുന്നു ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ നല്ല ക്വാളിറ്റി ക്യാമറയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻ്റർഫേസ് വെച്ച് പറയാവുന്നതാണ്. പോർട്രേറ്റ് മോഡും ടൈം ലാപ്സും വീഡിയോ റെക്കോർഡിംഗ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പോൻ്റെ Realme 2 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറ ആണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയ ക്യാമറ നമ്മൾ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ക്യാമറ സാമ്പിൾസ് ഈ ഡിവൈസിന് എടുത്തത്. നമ്മൾ അൺബോക്സ് ചെയ്തതിന് ശേഷം എടുത്ത കുറച്ച് സാമ്പിൾസ് ആണ്. ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത് 3500 mAh ബാറ്ററിയാണ്. അപ്പോൾ അത്യാവശ്യം 1 day ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ധാരണ. കാരണം 3500 mAh കപ്പാസിറ്റി ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിലേറെ എന്താണെങ്കിലും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ 6.3 inches ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 660 എന്ന് പറഞ്ഞാൽ AI എനേബിൾഡ് ചിപ്സെറ്റാണ്. AI എനേബിൾഡ് ചിപ്സെറ്റാണ്. അതുകൂടാതെ തന്നെ നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് ചിപ്സെറ്റാണ്. അപ്പോൾ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഓപ്പോൻ്റെ Realme 2 Proൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓണും കുറച്ച് ക്യാമറ സാമ്പിൾസുമാണ് നമ്മൾ കാണിച്ചത്. ഈ ഡിവൈസിൻ്റെ പ്രൈസിങ് ഈ വീഡിയോ ഉണ്ടാക്കുമ്പോൾ അറിയില്ല നമുക്ക്. അപ്പോൾ പ്രൈസിങ് കിട്ടിയ ഉടൻ തന്നെ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ അവൈലബിലിറ്റിയും ആസ് ഓഫ് നൗ നമുക്ക് അറിയില്ല. ഇത് 3 വേരിയൻറ്റിലാണ് അവൈലബിൾ. അത് നമുക്ക് കൺഫേംഡ് ആണ്. 4 GB റാമും 64 GB സ്റ്റോറേജ്, 6 GB റാമും 64 GB സ്റ്റോറേജ്, 8 GB റാമും 128 GB സ്റ്റോറേജുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.